വളരെ നമുക്കറിയാവുന്ന വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നടന്ന സംഭവങ്ങൾ നല്ലേപ്പുള്ളി സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയതും അത് ആരാണ് നടത്തിയത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ ഏറ്റവും അടുത്ത ദിവസം മിനിങ്ങാന്ന് നിന്ന പോലെ തത്തമംഗലത്തെ ആ ഒരു ഗവൺമെന്റ് ബേസിക് UP സ്കൂളില് നടന്ന സംഭവം അവര് കുട്ടികൾ അധ്യാപകർ ചേർന്നൊരുക്കിയ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ചേർന്നൊരുക്കിയ പുൽക്കൂട് അത് അടിച്ചു തകർക്കുക, അതൊരു കരുതിക്കൂടലുകളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒത്താശകൾ ചെയ്തു കൊടുത്തതിന്റെ ഫലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആരും ഒത്താശകൾ ചെയ്തു കൊടുത്തതല്ലെങ്കിലും ആണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവര് അതിനുവേണ്ട നടപടികൾ എടുക്കണം. ഉത്തരവാദിത്തപ്പെട്ടവരടങ്ങി യാതൊരു നടപടിയും എടുക്കാതിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് അങ്ങനെയുള്ളത് ചെയ്തതെന്നാണ്. അപ്പോൾ വരും നാളുകളിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികളെക്കുറിച്ച് കാണാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതാത്തതാണ്. ഇനി നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത മനുഷ്യരാണെങ്കിൽ പോലും അവരവരുടെ കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ, അതിലെന്തിനും മറ്റുള്ളവർ തടസ്സപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ അത് പക്കാ ക്രിസ്തീയ വിശ്വാസം എന്ന രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പൊതുസമൂഹത്തിന്റെ നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള ആഘോഷങ്ങളാണ്. അത് തകർക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോടും വിശ്വാസി സമൂഹത്തോടും കാണിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തിന്റെ പൊതുവായ ആവശ്യം. ഇത് സംബന്ധിച്ച് രൂപതയ്ക്ക് പറയാനുള്ള കാര്യം, പാലക്കാട് രൂപതയെ സംബന്ധിച്ച് രൂപതയ്ക്ക് പറയാനുള്ള കാര്യം ഞങ്ങളുടെ രൂപതയുടെ PRO വഴി ഒരു പ്രസ് റിലീസായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും അടുത്ത ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. PRO തന്ന രൂപതയുടെ വാർത്താ കുറിപ്പിനകത്ത് പറയുന്നത് ഇപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഈ നടപടി വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം അല്പസമയം മുമ്പ് BJPയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഇവിടെ തത്തമംഗലത്തെ. അവിടുത്തെ പ്രാദേശിക നേതാവ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇപ്പോഴും ഈ നല്ലേപ്പള്ളി സംഭവത്തെ ന്യായീകരിക്കുകയാണ്. അവിടെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ പിതാവ് പറഞ്ഞ പോലെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു വിഭാഗം ഇപ്പോഴും ന്യായീകരിച്ച് നിൽക്കുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? അതുതന്നെയാണ് നമ്മുടെ സംശയം. ഈ ഒരു കൂട്ടര് ഞങ്ങളല്ല എന്ന് ഇങ്ങനെ ബലപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം അതിന്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഏതായാലും ഞാനീ സംസാരിക്കുന്നത് പബ്ലിക് ആയ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. ആരാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം പബ്ലിക്കായി മാധ്യമങ്ങളിലൂടെ വന്ന കാര്യമാണ് ഞാനത് എടുത്തു പറഞ്ഞത് മാത്രം. അല്ലാതെ ഞാനത് ഊഹിച്ചു പറഞ്ഞതോ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന രീതി സംസാരിച്ചതല്ല. മാധ്യമങ്ങളിലൂടെ ഇത് വെളിച്ചത്ത് വന്നതുകൊണ്ട് ഞാനത് അവരാണ് എന്നുള്ള അത്തരത്തിലാകാം എന്ന് ഞാൻ പ്രസ് റിലീസ് കൊടുത്തിരിക്കുന്നത് മാത്രം. ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മാധ്യമങ്ങളിൽ കൂടെ മനസ്സിലായതിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് സർക്കാർ. എങ്ങനെ കാണുന്നു അന്വേഷണത്തെ? തീർച്ചയായിട്ടും അത് അന്വേഷണ സംഘം അതിന്റേതായ കണ്ടെത്തലുകൾ നടത്തി ഉചിതമായ നടപടികൾ പ്രപ്പോസ് ചെയ്യട്ടെ എന്ന് തന്നെയാണ്.